അപ്പോൾ ഞായറാഴ്ചകളിലെ പരിപാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. മഴ കാരണം പുറത്തിറങ്ങാൻ വയ്യാത്തോണ്ട് അകത്തിരുന്ന് ഫുഡ് അടിക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഇര എന്ന് പറയുന്നത് നട്ടർ മീനാണ് കേട്ടോ. നമ്മുടെ കൊല്ലത്തൊക്കെ ഇത് നട്ടർ എന്ന് പറയും. ഇവിടെ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പം നമുക്കിതിനെ പൊരിച്ചങ്ങ് അടിച്ചാലോ? ആദ്യം മസാല തേച്ച് ഞാൻ 1 മണിക്കൂറോളം വെക്കുന്നുണ്ടേ. ഈ മീനകത്ത് ഞാൻ ചേർക്കുന്ന മസാല എന്ന് വെച്ചാൽ മുളക് പൊടിയും പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീരും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് തേച്ച് എല്ലാം റെഡി ആക്കിയിട്ട് 1 മണിക്കൂറോളം വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്ന തവയിലേക്ക് എണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ നിരത്തിയിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കേ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീനൊക്കെ 2 വശവും കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് വെക്കുന്നത്. ചിക്കൻ ആയാലും മീനായാലും കുറേ നേരം ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് സവാളയും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കേ. മീൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ. സവാളയും കൂട്ടിയിട്ട് അടിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വെറും കറിയും നമ്മുടെ ചൈനീസ് ചീര ഉണ്ടല്ലോ, ആ ചീരയും മീൻ ഫ്രൈയും നെത്തോലി മീൻ കറിയും ആയിരുന്നേ. ഞായറാഴ്ചയായിട്ട് സ്കൂളിലൊന്നും ആർക്കും പോകണ്ടാത്തതുകൊണ്ട് 4 പേരും ഉണ്ടായിരുന്നു ഇന്ന് ഫുഡ് കഴിക്കാൻ. ചോറെല്ലാം വിളമ്പി തറയിൽ കൊണ്ടുവച്ചിട്ട് തറയിലിരുന്ന് 4 പേർക്ക് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് 4 പേരും കൂടെ തറയിലിരുന്നാണ് കഴിക്കുന്നത്. മീനും സവാളയും കൂടെ കൂട്ടി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോഴത്തേന് 2 പേരും കൂടെ അവിടെ ഇരുന്ന് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാന്ന്. എല്ലാവർക്കും സെർവ് ചെയ്തിട്ട് പിന്നെ പാത്രം എടുക്കാനുള്ള മടിയുണ്ടാണ് ഞാൻ വലിയൊരു പാത്രത്തിലെടുത്ത് കൊണ്ടുവന്ന് തിന്നുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ചയിലെ വിശേഷമായിരുന്നു. ഇനി അടുത്ത വിശേഷമായിട്ട് വരാം. ബായ്.